എല്ലാവർക്കും നമസ്കാരം. ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിൽ കഴിഞ്ഞ 20 കൊല്ലത്തോളമായി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും അധികം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് കസ്റ്റമർക്ക് നല്ലൊരു സപ്പോർട്ട്, ക്ലെയിം സപ്പോർട്ട് ചെയ്തു കൊടുക്കാൻ സാധിക്കുമ്പോഴാണ്. അപ്പം അങ്ങനെ നല്ല ക്ലെയിം സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമേഴ്സിനോട് വീഡിയോ ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു നല്ല ക്ലെയിം സപ്പോർട്ട് കിട്ടിയ മലപ്പുറം ജില്ലയിലെ ചേളാരിയിൽ ഉള്ള റാസിക്കിന്റെ ഒരു എക്സ്പീരിയൻസ് HDFC ERGO ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിക്കും എനിക്കും നല്ലൊരു സപ്പോർട്ട്, ക്ലെയിം സപ്പോർട്ട് അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാൻ സാധിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹം ഒരു വീഡിയോ ആയിട്ട് അയച്ചു തന്നിട്ടുണ്ട്. ആ വീഡിയോ ഇതിന് ശേഷം പ്ലേ ചെയ്യുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അനുഭവം അറിയാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ നിങ്ങൾ കാണുന്ന ആദ്യമായിട്ടാണെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ബിനോയ്. ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബാങ്കിങ് മേഖലയിൽ കഴിഞ്ഞ 20 വർഷമായി പ്രവർത്തിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റാഷിഖ്. ഞാനൊരു ഖത്തർ പ്രവാസിയാണ്. നാട്ടിൽ മലപ്പുറം ജില്ലയിൽ ചെളാരിയാണ് എൻ്റെ വീട്. ഇവിടെ ഞാൻ ബിനോയ് സാറെ പരിചയപ്പെടാനും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുണ്ടായ സാഹചര്യം അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഒരു 32 വയസ്സ്, എനിക്കിപ്പോൾ 35 വയസ്സായി. 32 വയസ്സെല്ലാം ഉള്ള സമയത്താണ് ഞാൻ ഒരു ഫിനാൻസ് ഹൗസിംഗ് ലോണെല്ലാം എടുത്തിട്ട് ഒരു വീട് വെക്കാൻ ഉദ്ദേശിച്ചത്. ആ സമയത്ത് എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു ബാങ്ക് മാനേജറെല്ലാം. അദ്ദേഹമാണ് എന്നോട് പറയുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതാണ്. കാരണം നീ മന്ത്ലി EMI എല്ലാം വരും. പിന്നെ ഇത് വീട് പണിയ സൈഡിൽ നടക്കുന്ന ഒരുപാട് ഫിനാൻഷ്യലായിട്ട് നല്ല ടൈറ്റ് ആവും. ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ബഡ്ജറ്റെല്ലാം ആകെ താളം തെറ്റും. അതുകൊണ്ട് ഇത് നിന്റെ നല്ലൊരു ഏജാണ്. ഇതിപ്പം നീ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടും നല്ലതാവും എന്നല്ല അദ്ദേഹമാണ് എന്നോട് ഫസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത്, എന്നോട് അഡ്വൈസ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ യൂട്യൂബിൽ അപ്പം സാറോട് ചോദിച്ചു, ഞാൻ 32 വയസ്സ്, നല്ല ഹെൽത്തിയാണ്, എന്തിനാണ് ഞാൻ ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത്? എനിക്കാണെങ്കിൽ ഒരു അസുഖങ്ങളൊന്നുമില്ല, പിന്നെ ഫിനാൻഷ്യലി ആയിട്ടും അത്ര പ്രോബ്ലംസ് ഒന്നുമില്ല, പിന്നെ ലോണും ഉണ്ട്, വീടും സുഖമായിട്ട് വീട് പണിയെല്ലാം തീർക്കാം. അപ്പോൾ സാറ് പറഞ്ഞ് അതെല്ലാം ഇപ്പോൾ ഉള്ള സാഹചര്യം, നാളെ എന്താവും എന്നുള്ളത് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നീ ഒന്ന് ആലോചിച്ചോ, എന്നിട്ട് നിന്റെ നല്ലൊരു ബ്രദർ എന്നുള്ള ഒരു ഇതിൽ നിന്നോട് ഞാൻ പറയുന്നത് നീ ആലോചിച്ച് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ യൂട്യൂബിലെല്ലാം ചെക്ക് ചെയ്ത് അവിടെ നിന്നാണ് എനിക്ക് ബിനോയ് സാറെ കിട്ടുന്നത്. അപ്പോൾ സാറായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്ത് അതിനു മുന്നേ ഞാൻ 1-2 ഇൻഷുറൻസ് ഏജൻസി ആയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച മാതിരിയുള്ള ഒരു പ്ലാനൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞാൻ ബിനോയ് സാറെ യൂട്യൂബ് കാണുന്നത് ഒരു ഫ്രണ്ട് എനിക്ക് ഷെയർ ചെയ്തായിരുന്നു. ഇത് കണ്ട അദ്ദേഹത്തിൻ്റെ നമ്പറിൽ ഞാൻ കോണ്ടാക്ട് ചെയ്ത്, പുള്ളി ഇതിന് മുന്നേ നമ്മൾ പരിചയം ഉള്ള ഒരാളെ മാതിരി എനിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ അഡ്വൈസ് എല്ലാം തന്നു. പുള്ളി അന്ന് ഒരു HDFC ERGO അതാണ് എന്നെ സജസ്റ്റ് ചെയ്തത്. അതിൻ്റെ പ്ലാനും കാര്യങ്ങളും അവരൊരു ലേഡിയുടെ നമ്പർ തന്നു, ഒരു സൂപ്പർവൈസർ. ആ ലേഡിയായിട്ട് സംസാരിച്ച് അവർ ഫുൾ ടൈം എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്ന്. ഞാൻ ഒരു പ്രവാസിയാണല്ലോ, അതുകൊണ്ട് വാട്സപ്പ് ത്രൂ അവരതിൻ്റെ ബ്രോഷർ, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തന്ന് എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്തു. അന്ന് എനിക്ക് ഒരു മകനാണ് ഉള്ളത്. ആ സമയത്ത് ഞാൻ, വൈഫ്, മകൻ, ഞങ്ങൾ 3 ആള് ചേർന്നിട്ട് അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് എടുക്കുന്നത്. അത് ഇവരൊക്കെ പുഷിൻ്റെ പ്രകാരമൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ വലിയൊരു ഇൻട്രസ്റ്റ് വെച്ചിട്ടില്ലായിരുന്നു. എന്തിനാ വെറുതെ ഒരു പായ് ചെലവ്, ഞാൻ അങ്ങനെ കരുതിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു സൈഡിൽ വീട് പണി നടക്കുന്നു. പിന്നെ വീട് പണി ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലെത്തി 2025. ആ സമയത്ത് ലോണ് എല്ലാം എടുത്ത എമൗണ്ട് എല്ലാം കഴിഞ്ഞ് നമ്മളെ കയ്യിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എമൗണ്ട് എല്ലാം വീട് പണിയിലേക്ക്, കാരണം വീട് പണി കംപ്ലീറ്റ് ചെയ്യണമല്ലോ, അതിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന സമയം, അതായത് ഫിനാൻഷ്യലായിട്ട് ടൈറ്റ് എല്ലാം വന്നിട്ടുണ്ട്. അതിലാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് ഖത്തറിൽ നിന്ന് ഒരു തൈറോയിഡിൻ്റെ ഒരു ഇഷ്യൂ ഫോം, അതായത് ഫൗണ്ട് ആകുന്നത്. നമ്മൾ
ഇതിൽ സ്കാനിങ്ങിൽ. അപ്പോൾ അത് ചെക്ക് ചെയ്തപ്പോൾ ചെറിയൊരു പ്രോബ്ലം, അതായത് അത് ഒരു നെഡ്യൂള് 4 ഗ്രേഡിലൊക്കെ ഉള്ള ചെറിയ പ്രോബ്ലംസ്. അങ്ങനെ നാട്ടിൽ കാണിച്ച് BMH ബേബി മെമ്മോറിയൽ കാലിക്കറ്റിൽ അവിടെ കാണിച്ച് എക്സ്റേ സ്കാനിങ് എല്ലാം എടുത്ത് പിന്നെ അതിൻ്റെ FNAC ചെയ്തിട്ട് അത് ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റേജിലേക്കാണ് എന്ന് മനസ്സിലായി. അത് എടുത്ത് ഒഴിവാക്കണം, തൈറോയിഡക്ടമി അല്ലാണ്ട് വേറെ മാർഗമില്ല. ഒരുപാട് ഇപ്പം ഒരു സൈഡിൽ എൻ്റെ വീട് പണി കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്, ഫിനാൻഷ്യലി ആയിട്ട് നല്ല ടൈറ്റ്. ഈ ഒരു ഓപ്പറേഷൻ ചെയ്യാതിരുന്നാൽ അത് എൻ്റെ ലൈഫിന് ത്രെട്ട്, അങ്ങനത്തെ ഒരു അവസ്ഥ. അങ്ങനെ ഞാൻ പിന്നെ ഇൻഷുറൻസ് ആയിട്ട് ഡോക്ടർ പറഞ്ഞു എന്തായാലും ഇത് തൈറോയിഡക്ടമി ചെയ്യണം, എടുത്ത് ഒഴിവാക്കണം. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇൻഷുറൻസ് ഉണ്ടല്ലോ അന്ന് എടുത്തു വെച്ചത് കൊണ്ട് ഞാൻ ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഇവർ ധൈര്യമായിട്ട് ഓപ്പറേഷന് പോയിക്കോളൂ. 2 വർഷം കഴിഞ്ഞ് 3 വർഷം ആയിട്ടുണ്ട്. അപ്പോൾ അതായത് ഇപ്പം ഈ 2015 നവംബറിലേക്ക് 3 വർഷം കറക്റ്റ് ആകുന്നു. അപ്പോൾ അത് കുറച്ച് കോംപ്ലിക്കേഷനും ഉണ്ട്. അപ്പോൾ ഏതായാലും ഇത് പിന്നെ അത് അപ്രൂവ് ആകും എന്നുള്ള ഒരു ഉറപ്പ് വരെ തന്നു. അതിൻ്റെ പുറത്ത് ഞാൻ ഓപ്പറേഷന് സമ്മതിച്ച് ഡോക്ടർ അപ്പോയിൻമെൻറ്റ് കിട്ടി. ഓപ്പറേഷൻ്റെ കുറച്ച് മുമ്പ് ഈ പിന്നെ ക്യാഷ്ലെസ് കിട്ടില്ല എന്ന് പറഞ്ഞു ഇൻഷുറൻസ്. അതിൽ പേരെ ടെൻഷൻ വേറെ ഇല്ലല്ലോ, കാരണം ഞാൻ ഓൾറെഡി ഫിനാൻഷ്യലായിട്ട് ഭയങ്കര ടൈറ്റായിട്ട് നിൽക്കുന്ന അവസ്ഥ. ഏകദേശം 2 ലക്ഷം റുപ്യോളം ചിലവാകും ഈ ഒരു ഓപ്പറേഷൻ. 1.5 ലക്ഷം അവിടെ ക്യാഷ് അടയ്ക്കണം ഓപ്പറേഷന് മുമ്പ്. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പം ഞാൻ ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഇവർ കഴിയുന്ന രീതിയിലൊക്കെ മാക്സിമം ഇവർ ഹെൽപ്പ് ചെയ്ത്. ഇൻഷുറൻസിൻ്റെ ഏജൻസി ബിനോയ് സാറായിട്ട് സംസാരിച്ച് അവരെല്ലാം വിളിക്കുന്നുണ്ട്. കാരണം ഓപ്പറേഷന് വെയിറ്റ് ചെയ്യാൻ ഞാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ, എനിക്ക് കൗണ്ടറിൽ ക്യാഷ് അടയ്ക്കണം. അങ്ങനത്തെ ഒരു സാഹചര്യം. ക്യാഷ്ലെസ് തരില്ല എന്ന് ഇൻഷുറൻസ് പറയുന്നു. കാരണം അത് അവരെ ലീഗലായിട്ടുള്ള വശം, അതായത് ഈ അസുഖം പെട്ടെന്ന് വരുന്നതല്ല. അതായത് ഇതിനൊരു സ്ലാബ് ഉണ്ട്, ആ 2 വർഷത്തിൻ്റെ മുമ്പേ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനത്തെ കേസുകൾക്ക് ഇൻഷുറൻസ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ റിജക്റ്റ് ആക്കിയത്. അങ്ങനെ ഇവര് ബിനോയ് സാറായിട്ടെല്ലാം സംസാരിച്ച് ഇവരെല്ലാം സപ്പോർട്ട് കൊണ്ട് അവർ പറഞ്ഞു നീ എങ്ങനെയെങ്കിലും ക്യാഷ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് പിന്നെ ഓപ്പറേഷൻ ചെയ്തോളൂ, പിന്നെ നമുക്ക് അത് റീഎംബോഴ്സ്മെന്റിന് കൊടുക്കാം. അതായത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഫയല് ഡോക്ടറെ റിപ്പോർട്ട് എല്ലാം വെച്ചിട്ട് നമുക്ക് ഫയൽ ചെയ്യാം, ഞങ്ങളെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും തരാം എന്ന് പറഞ്ഞ് ആ ഒരു ഉറപ്പിൻ്റെ പേരിൽ ഞാൻ ഓപ്പറേഷൻ ചെയ്ത് ഈ അടയാളം കണ്ടല്ലോ അതിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് തൈറോയിഡ് എടുത്ത് ഒഴിവാക്കി എല്ലാം കഴിഞ്ഞ് ഞാൻ സുഖമായി റൂമിലേക്ക് വന്ന് പിന്നെ ഡോക്ടർ മറ്റേ റിപ്പോർട്ട് അവരെ സർട്ടിഫിക്കറ്റ് എല്ലാം തന്ന് അതെല്ലാം വെച്ച് ഞാൻ റീഎംബോഴ്സ്മെൻറ്റിന് കൊടുത്ത് ഇവരെ കയ്യിൽ തന്നെ കൊടുത്തത്, ബിനോയ് സാറുടെ കയ്യിൽ ഇവരെ ഏജൻസിയിൽ കൊടുത്ത് അവർ മാക്സിമം അവർ സപ്പോർട്ട് ചെയ്ത് അവർ പുഷ് ചെയ്ത് എനിക്കത് വാങ്ങി തന്നു. ആ ഒരു സംഭവം അതെന്നെ വല്ലാണ്ട് കണ്ണ് തുറപ്പിച്ച്. കാരണം ആ ഒരു 2 ലക്ഷം ആ ഒരു സമയത്ത് എനിക്കത് വലിയൊരു എമൗണ്ട് ആയിരുന്നു. അതെനിക്ക് ആ റീഎംബോഴ്സ്മെന്റ് ചെയ്തിട്ട് ആ ഫുൾ എമൗണ്ട് ആ ഇൻഷുറൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ അതെനിക്ക് ആ സമയത്ത് ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലി ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും ആകില്ലായിരുന്നു. ആ പൈസ കിട്ടി. പിന്നെ അതായത് ആ ഓപ്പറേഷൻ കഴിഞ്ഞ ഇൻഷൂർ ചെയ്ത പോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ വീട് പണി കംപ്ലീറ്റ് ആക്കി വീട്ടിൽ താമസിച്ച് പുതിയ വീട്ടിൽ ശേഷമാണ് ഞാൻ ഇപ്പോൾ തിരിച്ച് ഖത്തറിലെത്തിയത്. ഞാൻ ഖത്തറിലാണ് ഉള്ളത്. ഇപ്പം ഞാൻ ഇപ്പം 4ാമത്തെ വർഷം ഇപ്പം അത് റിന്യൂവ് ഇപ്പം ചെയ്യാൻ നിൽക്കുകയാണ്.
വീട്ടിലോ പുതിയൊരു അതിഥി കൂടി വന്ന് എൻ്റെ രണ്ടാമത്തെ മകൻ അവനെ ഇപ്പോൾ ആഡ് ചെയ്തു. അപ്പോൾ ഞാൻ പറയുന്നത്, ജീവിതത്തിൽ നമ്മൾ എന്ത് നല്ല അവസ്ഥയിലാണെങ്കിലും ഫ്യൂച്ചർ അൺപ്രഡിക്റ്റബിൾ ആണ്. എന്താ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ പ്രതീക്ഷിക്കുന്ന ആളുകൾ, നമ്മുടെ സഹായം കിട്ടിയിട്ട് ജീവിക്കുന്ന ആളുകൾ, ഇവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന ക്രൈസിസ്, അതിൽ നിന്നൊക്കെ കരകയറാൻ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്ന് എനിക്ക് ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം എനിക്ക് മനസ്സിലായി. ഈ ഒരു ഇൻഷുറൻസ് എടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ട് എനിക്കുണ്ടായേനെ. അപ്പോൾ അതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഒരവസ്ഥയിലും നമ്മൾ ഒന്നിനും ഒരു സേഫ് അല്ല. ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ, ഇപ്പോഴത്തെ ജീവിതശൈലി രോഗങ്ങൾ. അതുകൊണ്ട് മറ്റുള്ളവർക്കൊരു ബാധ്യത നമ്മളാകാതെ നമ്മളെ കൊണ്ട് കഴിയുന്ന സമയത്ത് അതിനുള്ള ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെയുള്ള ക്രൈസിസ് എന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഓരോരോ വഴികൾ നമ്മൾ കണ്ടെത്തുക. ഇൻഷൂർഡ് ആകുക നമ്മൾ. ഇനിയുള്ള ലൈഫ് ഫുള്ള് അങ്ങനെയാണ്. കൂടാതെ ഇപ്പോൾ ഉണ്ടാകുന്ന എന്ത് ചെറിയ ഓപ്പറേഷൻ ആണെങ്കിലും, എന്ത് സർജറി, എന്ത് ചെറിയതാണെങ്കിലും അതിൽ 2 ലക്ഷം, ലക്ഷങ്ങളിൽ കുറഞ്ഞിട്ടുള്ള ഒരു ഏർപ്പാടില്ല. അതുകൊണ്ട് അതൊന്നും ചിലപ്പോൾ ഒരു മിഡിൽ ക്ലാസ്സിന് അതൊന്നും എന്താ പറയുക, അതൊന്നും ബെയർ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പം അങ്ങനെ ഉണ്ടാവുമ്പോൾ ഈ ഒരു ഇൻഷൂർ ചെയ്യുക. അതുപോലെ ഇതുപോലെ നല്ല സർവീസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇൻഷൂർ എടുക്കുക, ബിനോയ് സാറൊക്കെ പോലെയുള്ള. കാരണം നമുക്ക് ഇതിൻ്റെ ബാക്കപ്പ് കിട്ടണം. ഇൻഷൂർഡ് ചെയ്യുന്നത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ സർവീസ് റിന്യൂവ് ചെയ്യുമ്പോഴാണെങ്കിലും ഇതേപോലെ ഫയൽ ചെയ്യുന്ന സമയത്തും കറക്റ്റായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരു സ്ഥലങ്ങളിൽ നിന്ന് എടുക്കുന്നത് എന്തുകൊണ്ടും നന്നാവും, ഓൺലൈനിൽ നിന്നെല്ലാം എടുക്കുന്നതിന് പകരമായിട്ട്. ഇതാണ് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് എൻ്റെ ഒരു അനുഭവം എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്. റാസിഖിന്റെ അനുഭവം എല്ലാവരും കേട്ടെന്ന് കരുതുന്നു. നമുക്ക് ഇതുപോലെ കസ്റ്റമേഴ്സ് നല്ല ഒരു എക്സ്പീരിയൻസ് കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അതുപോലെ തന്നെ ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പയർ ചെയ്ത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഈ കാണുന്ന നമ്പറുകളിൽ വാട്സപ്പ് ചെയ്യാം, എന്നെ വിളിക്കാം. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.